ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടാവുന്ന കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ ആദ്യം എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നീട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സബോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും നേരത്തെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ ആ ഒരു മണം നമ്മുടെ റെസിപ്പിക്ക് മുന്തി നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ല പോലെ ചെറുതായിട്ടുള്ള ഹോളിലാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല കുറച്ചുകൂടെ വലിപ്പത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും അതുപോലെ തന്നെ നന്നായിട്ട് കുഴഞ്ഞു കിട്ടുകയും ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ആയിരിക്കും. അതിനാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി 2 പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാല പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഗരം മസാല പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിന്റെ കൂടെ ചിക്കനോ മുട്ടയോ ബീഫോ ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഇത്രയും മാത്രം വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതൊരു തവണ കൂടി വേവിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ ഇതൊരു പകുതി മുക്കാലോളം വേവായിട്ടുണ്ടാവും. ഇപ്പം ഞാനിതാ ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും വെന്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഈ ഒരു പാൻ തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഈ പാൻ മുഴുവനായിട്ടും ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. ബട്ടർ ഇതേപോലെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ചപ്പാത്തിയാണ്. ഇനി ചപ്പാത്തി ചുട്ടത് ബാക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സാധാരണ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്തതിന് ശേഷം പരത്തിയെടുത്ത മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്താലും മതി. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ്. ഇതുപോലെ മൊത്തത്തിൽ എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലേക്ക് ഒരു ചപ്പാത്തി കൂടി വെച്ച് കൊടുക്കണം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഈ ഒരു ചപ്പാത്തി ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ചീസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അതിന് മുകളിലേക്കായിട്ട് ഒരു ചപ്പാത്തി കൂടി വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു പലഹാരത്തിന് കുറച്ച് അടിഭാഗം നല്ല കട്ടിയായിട്ടിരിക്കണം, എന്നാലാണ് ഈ ഒരു പലഹാരം കറക്റ്റ് പരുവത്തിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ആദ്യം ഒരു ചപ്പാത്തി ഇട്ട് കൊടുത്ത് അതിന് മുകളിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇനി അത് വേവുമ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ട് ഒറ്റ ലെയറായിട്ടിരിക്കും. നമ്മൾ പരത്തിയെടുത്ത മാവാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് പരത്തി ഇട്ട് കൊടുത്താലും മതി. ഇത് ചപ്പാത്തി ആയതുകൊണ്ട് ഒട്ടും തന്നെ കട്ടിയില്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ 2 എണ്ണമായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന് മുകളിലേക്കായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട് മുഴുവനായിട്ടും വെച്ച് കൊടുക്കാം. ഇതിലേക്ക് മുഴുവനായിട്ടും വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി എല്ലാ ഭാഗത്തേക്കും കറക്റ്റാക്കി വെച്ച് കൊടുക്കണം. ഈ ഒരു ചപ്പാത്തിയിൽ നിന്ന് പുറത്തു പോവാത്ത രീതിയിൽ വേണം ഇത് പരത്തി കൊടുക്കാനായിട്ട്. പുറത്തോട്ട് മസാല ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഒന്നിച്ചിട്ട് കൊടുക്കാതെ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡെല്ലാം ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്.
ഇനി ഇതിന് മുകളിലേക്കായിട്ട് ഒരു ചപ്പാത്തി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആകെ വേണ്ടി വന്നിട്ടുള്ളത് 3 ചപ്പാത്തിയാണ്. പരത്തിയെടുത്ത മാവാണെന്നുണ്ടെങ്കിൽ 2 മതിയാവും. താഴെ ഒരെണ്ണവും ഏറ്റവും മുകളിൽ ഒരെണ്ണവും, പിന്നെ അതിന് മുകളിലേക്ക് കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് താഴെ 2 ചപ്പാത്തിയും ഇപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഒരു ചപ്പാത്തിയും അതിന് മുകളിലേക്ക് കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. പുറത്തോട്ട് ആവി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പേപ്പർ തിരികെ വെച്ച് കൊടുക്കുന്നുണ്ട്. എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇനി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലിപ്പത്തിലും ആകൃതിയിലൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.